ഹലോ ആർമീസ്, അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് പോയാലോ? പോകാം. സോറി, ഐ എം റിയലി സോറി. ശരിക്കും ഞാൻ കണ്ടില്ലായിരുന്നു. സോറി. ഓടി വന്ന് മുട്ടിയിട്ട് താൻ എവിടെ നോക്കിയാടി ഓടുന്നേ? ഒന്ന് പതുക്കെ ഓടിക്കൂടെ? മറ്റുള്ളവർ വന്ന് മുട്ടാൻ വേണ്ടിയിട്ട്. ഓ, ഒന്നറിയാതെ വന്ന് മുട്ടിയതിനാണോ ഇയാൾ വന്ന് ഇങ്ങനെ ചീത്ത പറയുന്നേ? എന്തൊക്കെയായാലും കാണാൻ നല്ല അടിപൊളിയാ. ആള് നല്ല കോൾഡാണെന്ന് തോന്നുന്നു. നമുക്ക് തണുപ്പിക്കാം. എന്തായാലും അവസാനം ക്ലാസ് എന്തായാലും കണ്ടുപിടിച്ചു. കുഴപ്പമില്ല. അങ്ങനെ കുക്കി ക്ലാസ്സിലേക്ക് കയറി വന്നതും എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നമ്മുടെ കുക്കിയെ സ്റ്റെയർ ചെയ്ത് നോക്കാൻ തുടങ്ങി. ഏയ് നോക്കടി, പുതിയ സ്റ്റുഡൻ്റാണെന്ന് തോന്നുന്നു. എല്ലാവരും അവൻ്റെ വായൊക്കെ നോക്കുന്നു. ആടി ഞാനും ശ്രദ്ധിച്ചു. ബട്ട് ആൾ കയ്പനാന്ന് തോന്നുന്നു. ആരെയൊന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെ. ഇവറ്റങ്ങൾക്ക് എന്തിങ്ങനെ നോക്കുന്നേ? ഇതുവരെ ആൺകുട്ടികളെ കണ്ടിട്ടില്ലേ? അയ്യോ, ടീച്ചർ വന്നോ? ഓ ഇല്ല, ബാക്കി ഇവൻ ഇവിടെയാണോ? അതെന്തായാലും നന്നായി. എനിക്കങ്ങ് വളക്കാൻ സുഖമായല്ലോ. ഹോബി വന്നു. അവളെന്താ അവിടെ നിന്ന് ഇങ്ങനെ പെറുപിറുക്കുന്നേ? ശരിയാണല്ലോ, ഇവൾക്കെന്താ പറ്റിയ? തേയ ആടി, ഞാൻ അവിടെ വന്നു. എന്താടി നീ എന്തിനാടി ഇങ്ങനെ വിളിക്കുന്നേ? ഞാൻ ഇവിടേക്ക് തന്നെയല്ലേ വരുന്നത്? അതെ, നീ ഇവിടേക്ക് തന്നെ വന്നത്. പക്ഷേ ഈ ലോകത്തായിരുന്നില്ല എന്ന് മാത്രം. നീ എവിടെയായിരുന്നു? നീ എന്താ ഈ ആലോചിച്ചിരിക്കുന്നേ? ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി വന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ടൊന്നുമില്ല. ഞാനൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഓ, ഇവിടെ ഈ ക്ലാസ്സിലായിരുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ക്ലാസ്. അപ്പം നമുക്ക് പരിചയപ്പെട്ടാലോ? ഫസ്റ്റ് ഡേ അല്ലേ? എന്തായാലും അത് ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ലക്ഷ്മി. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുക നിങ്ങളെ സ്വന്തമായിട്ട്. അങ്ങനെ ലാസ്റ്റ് ബെഞ്ചിൽ തുടങ്ങിക്കോളൂ. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട് അവസാനം നമ്മുടെ ഹീറോയുടെ അടുത്തെത്തി. മിസ് അന്യൂൻജി. എൻ്റെ പേര് ഹോബി. എൻ്റെ പേര് തേങ്ങി. എൻ്റെ പേര് ജിയാൻ ജങ്കുക്ക്. എൻ്റെ അമ്മോ, ഇയാൾ എന്ത് കലിപ്പന! എന്തിനാ ഇത്ര ചൂടായി നിൽക്കുന്നേ? അങ്ങനെ ജസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ സമയത്തൊക്കെ നമ്മുടെ തേയ കുക്കിയെ സ്റ്റെയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഇനി എനിക്ക് തോന്നുന്നതായിരിക്കും. മിസ്സേ, തേങ്ങിനെ വിളിക്കുന്നുണ്ട് പ്രിൻസിപ്പാൾ. ഓക്കെ, ഞാനവളെ പറഞ്ഞേക്കാം. തേങ്ങി, നീ പോയി നോക്ക്. അങ്ങനെ തേങ്ങി പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും ബെല്ലും അടിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് ക്യാൻറ്റീൻ എവിടെയെന്ന് അറിയോ? ഞങ്ങളോടാണോ? അത് പിന്നെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഷുഗറിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം. എടി ഹോബി, എന്തായാലും നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോയാലോ? അവളെന്തായാലും വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. ആടി, എന്നാവാ നമുക്ക് പോകാം. ചിലപ്പോൾ ഷുഗറിനും ഉണ്ടാവും ക്യാൻറ്റീനിൽ. അങ്ങനെയാണെങ്കിൽ തൻ്റെ കൂടെ ഞങ്ങളും വരാം. എന്നാൽ നമുക്ക് 3 പേർക്ക് ഒപ്പരം പോകാം ക്യാൻറ്റീനിലേക്ക്. എന്താ, ഓക്കെ ആണോ? ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഏതായാലും എനിക്കറിയുന്ന ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് അറിയുന്നവർ കൂടെ ഉണ്ടാവുന്നത് ഒരു നല്ലതല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ശരിയാ. പിന്നെ അങ്ങനെയാണെങ്കിൽ എൻ്റെ പേര് യൂഞ്ചി. എന്നെ കിറ്റി എന്ന് വിളിച്ചാൽ മതി. ഇത് ഹോബി, എൻ്റെ ഫ്രണ്ട്. ഹോബിയെ സൺഷൈൻ എന്ന് വിളിച്ചാൽ മതി. ഞങ്ങളങ്ങനെയാണ് വിളിക്കാറ്. വാവ്, ക്യൂട്ട് നെയിംസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കേൾക്കാൻ നല്ല രസമുണ്ട്. വാവ്, ഇതെന്തൊരു അത്ഭുതം അല്ല ഹോബി, നിനക്ക് തോന്നിയോ എന്തെങ്കിലും? യുഞ്ചി, എനിക്കും തോന്നി. ശരിയാ, നല്ല കണക്ഷൻ കിടക്കുന്നേ. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല.
എന്താ കാര്യം തെളിയിച്ച് പറ. അതോ അത് മറ്റൊന്നും കൊണ്ടല്ല. താനിപ്പോൾ പറഞ്ഞ ആ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഇവിടെ വന്നാൽ ഒരാൾ ഇതേപോലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെയോ? ആര്? അത് ഞങ്ങൾ പിന്നെ പറഞ്ഞു തരാം. താൻ വാ, നമുക്ക് പോയോക്കാം ക്യാൻറ്റീനിലേക്ക്. എന്തെങ്കിലും കഴിക്കാലോ, അപ്പോൾ തന്നെ അവളാട് വന്നോളൂ. അങ്ങനെ അവർ ക്യാൻറ്റീനിലേക്ക് പോയി. എന്നാൽ നമുക്ക് ഓർഡർ ചെയ്താലോ? അല്ല, തേ വന്നില്ലല്ലോ ഇതുവരെ. തേ നോക്ക്, അവളിതാ വരുന്നു. ഹോബി, താൻ ആരെ കുറിച്ചായി പറയുന്നത്? ആരാ അത്? അവളെ കണ്ട ഒരു ക്വീനായിട്ട് തോന്നാം. എന്താ ക്വീനോ? അതിന് മാത്രമൊക്കെ ഭംഗിയുണ്ട് അവള്. യൂഞ്ചി, നീ പറഞ്ഞത് ശരിയാ, ഞാനും അത് ചിന്തിച്ചില്ലെന്നില്ല. അവളെ കണ്ട ശരിക്കും ഒരു ക്യൂവിനെ പോലെ തന്നെയാ അല്ലേ? അതിന് മാത്രം ഭംഗിയുണ്ടോ? ആരാ അത്? അല്ല ഹോബി, ആരാണത്? ആളെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. പറ. അതല്ല ജങ്കുക്ക് ഞങ്ങൾ പറഞ്ഞത്, അതാ ആ വരുന്നതാണ് ഞങ്ങൾ ക്യൂൻ. ജെകെ പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കി. तुझसे परे मैं जाऊं कहाँ, मेरे दिल मुबारक हो, यही तो प्यार है। मेरे दिल मुबारक हो, यही तो प्यार है। ഇവളായിരുന്നു. ഹേയ്, ഓർഡർ ആക്കിയോ? ഇതൊരു കുക്കിയോ? ഇല്ലടി, ഞങ്ങൾ നീ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. നീ വന്നാൽ നന്നായി. വാ, നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ. ഒന്നുമില്ല, നമ്മളെ കൂടെ ക്യാൻറ്റീനിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നു, അത്രേ ഉള്ളൂ. ഓ, അത്രേ ഉള്ളൂ അല്ലേ? അതെന്തായാലും നന്നായി. അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഏയ് ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ പറഞ്ഞ. പിന്നെ എന്നാ ഓർഡർ ചെയ്താലും നമുക്ക്. ഏയ് മൈ ഡിയർ ബേബി. ആരാ അത് ബേബി എന്ന് വിളിക്കുന്നത്? ആരാണ് ബേബി എന്ന് വിളിച്ചേ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ആരാണെന്ന്.